കാലത്തെ അമ്മേരെ കാപ്പി കുടി കഴിഞ്ഞപ്പോ പിന്നെ കുറച്ചേരം നടത്തിക്കാൻ വെച്ചു മിറ്റത്ത്. അപ്പൊ അമ്മ പറയണതേ നടക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പിടിക്കാന്നിട്ട് പേടിക്കണ്ട. പതുക്കെ ആ ചുമര പിടിച്ചെന്നിട്ട് ഈ പതുക്കേണ്ട ഇറങ്ങാം. ഞാൻ അടിയിട്ട് നിൽക്കാം. പറ്റൊക്കെ ചെയ്യും. ഞാൻ പിടിച്ചിട്ടുണ്ട്. കാലാൻ്റെ എടുത്ത് വെച്ച പേടിയാവണ്ട. പേടിയാവാന്ന്. അടിപൊളിയില്ലോ. എന്നിട്ട് അയ്യോ ജയറാമേ മറ്റേ സിനിമയില് പറഞ്ഞ പോലെ ഒരു സിനിമയില് ഏതാ നാറാണത്തെ തമ്പുരാൻ അല്ലാണ്ട് ചികിത്സ ചെയ്യാൻ പറ്റില്ലേ, ഡോക്ടറായിട്ടും കുറെ റോളുകൾ ജയറാമിനിട്ടില്ല. അതുപോലെ ചില സമയങ്ങളിൽ അമ്മേരെ കാര്യമില്ല. അമ്മ പറയും കയ്യും പിടിക്കുന്നു പറയും. അപ്പൊ നമ്മള് പിടിച്ചിട്ടുണ്ട് അവിടെ. ഇതിങ്ങനെ വെറുതെ വരലില്ലേ, ഞാൻ തൊട്ടാ മതി. അപ്പൊ ആൾക്ക് പിടിച്ചു എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ആള് കൂളായിട്ട് നടക്കും. അതെ, നടന്നിട്ടേ ക്ഷീണിക്കില്ലേ, കാല് അടയ്ക്കുമ്പോഴേ ഇങ്ങനെ ഇരിക്കുക. നടത്തം പഠിപ്പിക്കുക കേട്ടാ. ഒരു കുഴപ്പമില്ല, നടക്കാണ്ട് അവിടെ വരെ നടക്കാം. ഒരു പ്രശ്നമില്ല. നീ അടയ്ക്കാൻ ചേക്കുനോട് കൈ പിടിച്ച് നടത്തിക്കാം. അത് വെറുതെ ഭംഗിക്ക്. എന്തിനാ ഇങ്ങനെ പുല്ല് വെച്ച് കൊണ്ടെന്നാ ചോദിക്കുന്നത്. കേടാ നടക്കുമ്പോ കുഴപ്പമില്ല. കാല് കളിക്കുമ്പോ കൈയും കാല് കളിക്കുമ്പോ പിടിക്കുന്ന കേട്ടാ. എത്ര സുഖമായിട്ടിരിക്കാം അല്ലേ. പുളിയുറുമ്പുണ്ടായിക്കോട്ടെ. അങ്ങനെ നടക്ക്. ഒരു 10 റൗണ്ട് അവിടെ നടക്ക്. അത് വേണ്ട നമുക്ക്. 10 രൂപ സ്പീഡ് ഉണ്ടല്ലോ ഇപ്പൊ നടക്കാൻ. നല്ല സ്പീഡ് ഉണ്ടല്ലോ. ഇരിക്കാറൊന്നായിട്ടില്ല. നിങ്ങളത് അത് ചാക്കിൽ അത് നോക്കി ഇരിക്കണ്ടാവും. നിങ്ങള് കാര്യങ്ങൾ തന്നെ ഇരിക്കണം. നടക്ക്. നടക്ക്. പോർട്ടേണ്ട്. അപ്പൊ കാലത്തെ ഇങ്ങനെ നടത്തിച്ചില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് തന്നെ കുളിക്കാൻ ഈ മറ്റേ എണ്ണ തേച്ച് കൊടുക്കാൻ പറയും. അപ്പൊ പിന്നെ നടത്തണ്ടാവില്ല. നടന്നു കഴിഞ്ഞാൽ ഒരു കൈനും കാലിനും ഒരു ബലങ്കി ഉണ്ടാവുള്ളൂ. അമ്മ അവിടെ ഇരിക്കണേ. എനിക്ക് അങ്ങനെ പോരട്ടെ റെഡി. അമ്മ പിടിക്കണ്ട, എന്റെ കൈ പിടിച്ചാ മതി. നടന്നോ. ഇനി കൈയോട് ഇനി തന്നെ നടക്ക്. നല്ല സ്പീഡ് ഉണ്ടല്ലോ. ഇല്ലേ, നല്ല സ്പീഡ് ഉണ്ടല്ലോ നടക്കാനായിട്ട്. കണ്ടാ വീഴൊന്നുമില്ല. എന്തൊരു സ്പീഡ് നടക്കുന്നത്. അപ്പൊ ടീ നടക്കാല്ലേ. നടന്നോ.
എല്ലാവർക്കും ഉണ്ട് പുളിയൊക്കെ വയസ്സായവർക്ക് ഒരു മാതൃക അവിടെ. പുളിയുറുമ്പുകളെയാണ് ആള് തപ്പണത് കേട്ടോ അമ്മ. പുളിയുറുമ്പുകളെയാണ് തപ്പണത്. പുളിയുറുമ്പുകൾ എവിടെ ഉണ്ടോന്നാണ് നോക്കണത്. വല്ല പുളിയുറുമ്പിലെ കണ്ട അമ്മ? പുളിയുറുമ്പുകളെ ഇപ്പൊ കണ്ട വല്ലതിനും? ഇപ്പൊ കണ്ടിട്ടില്ലേ? ആ അവിടെ നോക്കിയപ്പോ അവിടെ ആ അവിടെ മൂർക്കം പാമ്പ്. ആ മൂർക്കം പാമ്പ് ഒരെണ്ണുണ്ട് അവിടെ. ഇവിടെ പറമ്പ് എടുപ്പാകുന്നുണ്ട് കേട്ടാ. നമ്മളിവിടെ 2 ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 ചാക്ക് പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം വലിപ്പുള്ള ചാക്കിലാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കില്ലേ, അപ്പം ഉണ്ടാവുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ എല്ലാം കൂടി ചാക്കിലേക്ക് കെട്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് കോർപ്പറേഷൻകാർ ഇതിപ്പോൾ വരും. അവർ വണ്ടി കൊണ്ടിട്ട് ഒരു ചാക്കിന് നമ്മൾ 60 രൂപ കൊടുക്കണം. ഇന്നാളെ നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് മൊത്തം കൊടുത്ത് ഇവിടുന്ന് 10-18 ചാക്ക് പ്ലാസ്റ്റിക് അവർ കൊണ്ടുപോയി. ഒരു സാധനം പോലും നമ്മൾ കത്തിച്ചില്ല. കത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതൊരു എന്താ പറയുക, ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സാധനം കാണിച്ചത്. ആളുകൾക്ക് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ കത്തിക്കേണ്ട, മെല്ലെ എപ്പോഴെങ്കിലും ഓരോ ഈ മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ട്, പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അവർ എപ്പോഴെങ്കിലും ഇത് കൊണ്ടുപോകണ പരിപാടി ഉണ്ടാവും. അതുവരെ നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുന്നത് മാത്രമല്ല, ചാക്കിൽ ഒക്കെ എല്ലാ പ്ലാസ്റ്റിക്കുകളും കെട്ടി അടക്കി സൂക്ഷിച്ച് വയ്ക്കുക. എപ്പോഴെങ്കിലും കൊണ്ടുപോകുന്നേ, കത്തിക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ചേട്ടന്മാരും എല്ലാവരും പ്ലാസ്റ്റിക്കൊക്കെ ചാക്കിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ വണ്ടി വരുന്നത് നോക്കിയിട്ട്. അപ്പം ഇവിടെ ഒരു ചാക്ക് വഴിയിലൊക്കെ എടുത്ത് ചാക്കുകൾ വെച്ചിട്ടുണ്ട് കോർപ്പറേഷൻകാരുണ്ട്. ഇവിടെ ഒരു ചാക്ക്, പിന്നെ ഇവിടെ 2 ചാക്ക്, 2 ചാക്ക്, ഇവിടെ ഒരു ചാക്ക്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിയാവാക്കി, സജീവിൻ്റെ മിയാവാക്കി എന്തോരം വളർച്ചയായി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. 165 മരങ്ങളാണ് ഇതിൽ മൊത്തം നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കോഴികളെ മുഴുവൻ അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴികളെ അഴിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇവർക്ക് തീറ്റയ്ക്ക് നല്ല സുഖമാണ്. ഇതിൻ്റെ മിയാവാക്കിയുടെ ഇതിൻ്റെ ഉയരമാണെങ്കിൽ നമുക്കത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മൾ ശരിക്ക് നടുവിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ? ഇതൊക്കെ സജീവിൻ്റെ കോഴികളാണ് കേട്ടോ. കരിങ്കോഴി, നാടൻ കോഴി എല്ലാം ഉണ്ട്. ഒരു 150 കോഴിൻ്റെ ടോട്ടൽ. അവരെന്നെ കണ്ടോട് കൂടിയിട്ട് എല്ലാവരും ഓടുന്നു. അപ്പോൾ നമ്മുടെ ഈ കാട്ടിലത്തെ മരങ്ങൾ, ഈ 2.5-3 സെൻറ്റിന് താഴെയുള്ള സ്ഥലത്തെ ഈ മരങ്ങളൊക്കെ എൻ്റെ മുകളിലുണ്ടാവും. ഇതൊക്കെ ഭയങ്കര വലിപ്പമായി. ചിലത് അത്ര വലിപ്പമായില്ല, എന്നാലും ആവറേജ് ഒരു 10-15 അടി ഹൈറ്റ് എല്ലാ മരങ്ങളായി ആവറേജ് കേട്ടോ. ഇന്നാളെ ഒരു നട്ട പോയിട്ടുണ്ട്, പക്ഷേ സാധനം വണ്ടനായി. എല്ലാവരും മിയാവാക്കിയിലേക്ക് പൊക്കോളൂ, കോഴികളെ എല്ലാവരും പൊക്കോളൂ. എല്ലാ കോഴികളും പൊക്കോ. കോർപ്പറേഷൻ്റെ പ്ലാസ്റ്റിക് കയറ്റാനുള്ള വണ്ടി വന്നിട്ടാ.
ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നിറച്ചെടുത്തുള്ള ചാക്കിടേണ്ട വണ്ടിയിൽ നിറച്ച് പാചകച്ചത് കയറ്റി എന്നിട്ട് പ്ലാസ്റ്റിക് കത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായില്ലേ? ഇവർ കൊണ്ടുപോയി തരം തിരിച്ച് അത് പല വിഭാഗങ്ങളിലേക്ക് ആയിട്ട് മാറ്റി അപ്പോൾ ഒരു പരിസ്ഥിതി സംരക്ഷണം എല്ലാ സ്ഥലങ്ങളിലും അവരൊന്നും എടുക്കില്ല. അത് ആയി വരും. അവിടെ വെടുപ്പാനോടത്തെ ഒരു തേനീച്ചകൂട് കണ്ടുവന്ന്. തേനീച്ചകൂട് കണ്ടെന്ന് പറഞ്ഞേ. ആ തെങ്ങിന്റെ ഉള്ളില് ഇവിടെ അവിടെ എന്തിനാ തേൻ എടുക്കാനാ? തെങ്ങിന്റെ ഇടയിൽ തേനാ? തെങ്ങിന്റെ ഇടയിൽ തേൻ തേനുള്ളിലെ ആ തെങ്ങിൻ തടിയില്ലേ? അത് വീണത് വീഴ്ത്തിയതാ. ആ ഈ ഉണങ്ങി കിടക്കണ തെങ്ങിന്റെ മുകളിലേ തേൻ കൂട്. അപ്പൊ ഇത് കൊത്തിപ്പൊടിക്കണേ. ഇതിന്റെ ഉള്ളിലാണ് തേൻ. ഇതാ തേനീച്ചകൾ പുറത്ത് ചെയ്യാൻ തുടങ്ങിട്ടാ. എടാ അവര് പുറത്ത് ചെയ്യാനുണ്ട. അതാ കുഴപ്പമില്ല. വേണ്ട വന്നിട്ട് നാട് പൊളിച്ചു തരാന്ന് പറയുന്നത്. എന്റെ മേക്കടി വരുമോ? ആ പൊളിച്ചു. ആ അതെ ആടാ പാത്രം ആ ഒറിജിനൽ സ്റ്റാൻഡ്. ഓടിക്കോ കൊള്ളില്ല രാജ കുത്തുണ്ടല്ലോ. ഇനി താൻ പിഴിയുന്നത് കേട്ടാ. ഇത്രയ്ക്കധികം ഇത് കിട്ടി. നോക്കിയേ ഒറിജിനൽ കാലക്കൻ. അവിടെ മറ്റേ അരിപ്പ് എടുത്തോ? അപ്പൊ നമുക്ക് ഒറിജിനൽ ടാങ്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സരിത ആ അവിടേക്ക് എടുത്തേക്കിന്റെ വരും. നോക്കിയേ കുത്തില്ലെന്നാണ് പറയണത്. ഇതുവരെ ഞങ്ങളിങ്ങനെ കുത്തിയില്ല. ആ അപ്പൊ വാങ്ങിക്കണേലും മായ ഉണ്ടെന്ന്. ഇത് ചെറുതാനാ? പൊക്കിളിന് അതിന്റെ പണി തുറന്നുകൊണ്ടിരിക്കുന്നു.